എന്ത് രസമല്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ. നല്ല രസമുണ്ട്. നമ്മളുടെ എന്തെന്നാ പറയണത്, ഈ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന പോലത്തെ നേച്ചറിനൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കാണുന്ന പോലത്തെ സൂപ്പറായിട്ടുള്ള സ്ഥലങ്ങൾ നിറയെ എന്തൊരു ഭംഗി, എന്ത് രസം. നമ്മൾ ആദ്യം പോയ സ്ഥലത്താണെങ്കിൽ കാറ്റ് വീശി ഇലകൾ കംപ്ലീറ്റ് പൊഴിഞ്ഞായിരുന്നു. അതായത് ട്രീൻ്റെ സ്കൾട്ടൻ മാത്രമായി പോയി, ലീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കാണാൻ എന്ത് രസമാണ്. അതേ ഒരു അണ്ണാനെ കാണിച്ചു കേട്ടോ. അണ്ണാനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ അണ്ണാൻ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് പോകുമെന്ന് എനിക്കറിയില്ല. സ്ക്യൂരൽ കാടാണ് കേട്ടോ. പാമ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം കാണാൻ പറ്റണ്ട നിങ്ങൾക്ക്. കണ്ടത് ചാടി 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 പോകണ്ട. നല്ല രസമുള്ള ഭംഗിയുണ്ട്. കറ പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് പോയേക്കുവാണ്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, എന്തൊരു ഭംഗി. ഞാൻ ഇങ്ങനത്തെ സ്ഥലമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ സീൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ഗാനം മൂളി ഒളിക്കും, അതിൽ ഒരു മരക്കുറ്റി പോലെ ഇല്ലേ ഇത്, ഇല്ലേ? അങ്ങനെയില്ലേ? എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലല്ലേ ഇങ്ങനെ ലവ് ലോക്ക് ഉണ്ടാണ്. ഇത് ഒരു സാധാരണ ഒരു തോട്ടം പക്കത്തെ ലവ് ലോക്ക് ഫോർ അവർ. കൊള്ളാല്ലേ? ഓ, റെഡ് കളർ മരങ്ങളുണ്ട്. യോ, സൂപ്പർ മരം കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഞാൻ. റെഡ് മരം, ലുക്ക് അറ്റ് ദിസ്. ഓ മൈ ഗോഡ്, എന്തൊരു ഭംഗി. ഇതാണ് തോന്നുന്നു അക്വേറിയം. അക്വേറിയം ആണെന്ന് ആർക്കറിയാം. പണ്ടെന്തോ പൂട്ടിയിട്ട മാറിന്റെ സമയത്ത് അക്വേറിയം അത്. അത് അക്വേറിയം അല്ല കേട്ടോ, ഇത് വേറെ എന്തോ സാധനമാണേ. ഓ എന്റെ പൊന്നെ, എന്തൊരു ഭംഗി. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണം? എന്ത് രസം കാണാനായിട്ട്. എൻ്റെ പൊന്നോ, നല്ല റെഡ് ചുമാന്നിരിക്കുന്ന മരങ്ങൾ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇവിടെ നമുക്ക് റെഡ് മരം, അതുപോലെ തന്നെ യെല്ലോ റെഡ് കോമ്പിനേഷൻ വന്നതുകൊണ്ട് അതും കാണിച്ചു തരാം. പിന്നെ ഇത് നോക്ക്, ഇത് ഇപ്പം റെഡ് ഞാൻ കാണിച്ചില്ലേ, അതിൻ്റെ റെഡും യെല്ലോയും കോമ്പിനേഷൻ വന്നത്. പക്ഷെ എൻ്റെ പൊന്നേ, ഇത് രസം. നല്ല രസമുണ്ട് കാണാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന അടിപൊളി. മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പഴുത്ത് പൊഴിയാറായിട്ടിരിക്കുക. കാറ്റ് വീശിങ്ങി അത് ഫുള്ളിങ്ങനെ പറക്കണം. നല്ലൊരു വീഡിയോ കിട്ടിയാന്. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമുക്ക് അതിൻ്റെ അടുത്ത് നമ്മുടെ സീ കാണാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ വാൻകൂവറാണ്, വെസ്റ്റ് വാൻകൂവർ ആണല്ലേ സ്റ്റാൻലി പാർക്ക്. നോക്കിക്ക് എന്താ രസം. ഇങ്ങനത്തെ സ്ഥലം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. അത്രയ്ക്കും നമ്മളിതേ ഒഴിഞ്ഞ ബെഞ്ചും. സച്ച് എ റൊമാൻറ്റിക് പ്ലേസ്, ബ്യൂട്ടിഫുൾ. നല്ല തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു 8 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. 8 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വന്നത്. ആ ബ്രിഡ് ലുക്ക് സോ, നമ്മൾ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ അത് ഒടിഞ്ഞു വീഴല്ലായിരുന്നു. അവർ മുറിച്ച് ഒടിഞ്ഞു വീണതായിരിക്കും, മുറിച്ച് വന്നിട്ട് ഗേറ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ദൂരെ നിന്നുണ്ടപ്പോൾ മരം ഒടിഞ്ഞു വീണാൽ മതി. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇനി നമ്മൾ വാക്ക് വേയിലേക്ക് പോവാണ്. സൈഡിൽ നമുക്ക് ബീച്ച് കാണാം, സൺസെറ്റ് കാണാം. ബീച്ചല്ലേ? ബീച്ച് ഇൻ ദ സെൻസ് സീ അല്ലേ? സീ ആണ്. ഇതാണ് പസഫിക് ഓഷ്യൻ.
നോട്ട്ബുക്ക് സിനിമയില് അവരൊരു സ്ഥലത്ത് പോകൂലേ നോട്ട്ബുക്ക് സിനിമയില്, അതുപോലത്തെ അവര് ട്രീയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കില്ലേ സ്ഥലം, അവര് അങ്ങനെ സീക്രട്ട് പ്ലേസ് പോലും. ആ കുട്ടിക്കാലം അതുപോലത്തെ നല്ലൊരു സ്ഥലം, അതുപോലത്തെ സ്ഥലം പോയി പെട്ടെന്ന് ആ പാട്ട് പാടി ഇതായിക്കോ. നമ്മൾ നടന്ന് എത്താൻ പോണ സ്ഥലം കാണിച്ചു തരാം. ഇന്ത മരങ്ങൾക്കിടയിലൂടെ നമ്മൾ നടന്ന് എത്തുന്നത് സ്വർഗത്തിലോട്ടൊന്നുമല്ല, ഒരു ഇത് വാറിൻ്റെ ഒക്കെ എന്തോ മോണുമെന്റ്സ് ആണ്. ജാപ്പനീസ് കനേഡിയൻ വാർ അങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾ പറഞ്ഞോ, തന്നെ ബാക്ക് ആക്കാൻ പറ്റും. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി തിരിച്ചറിയാൻ. ഇതിപ്പോ ദേ നമ്മള് മറൈൻ ഡ്രൈവില്ലേ, നമ്മുടെ നാട്ടിൽ മറ്റേ കൊച്ചിയിലൊക്കെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ കൂടെ നടക്കണ പോലെയാണിത്. സ്റ്റാൻലി പാർക്കിൻ്റെ അടുത്തുള്ള ബീച്ച് വ്യൂവും സൺസെറ്റും കണ്ട് നമുക്കിങ്ങനെ നടക്കാം. ഇവർ കണ്ടു കുറേ സൈക്കിൾസ് പോകുന്നുണ്ട്. ഇതുപോലെ സൈക്കിൾ നമുക്ക് റെൻറ്റിനെടുത്തിട്ട് നമുക്ക് ഓടിച്ചടക്കാം. 1 മണിക്കൂറിന് $10 വരുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ സൈഡ് വാക്കിലൂടെ നമുക്ക് ഇങ്ങനെ ഓടിച്ച് ഇവിടെ ഫുള്ള് ഇങ്ങനെ കറങ്ങി കാണാം. കാരണം ഈ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഫുള്ള് നടന്ന് കവർ ചെയ്യാമെന്ന് പറഞ്ഞത് അത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം വെതറും ഭയങ്കര തണുപ്പാണ്. നമുക്ക് അങ്ങനെ നമുക്ക് പറ്റില്ല അത്രയും അങ്ങോട്ട് കവർ ചെയ്യാൻ. ആ ബീച്ച് പോലെ തന്നെയാണ്. നോക്കിക്കേ തിരമാലയൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. ഒരാൾ സ്കേറ്റ് ചെയ്ത് പോണ കണ്ടോ. ഇത് റെഡ് ലീവ്സ് ഇങ്ങനെ കംപ്ലീറ്റ് പൊഴിഞ്ഞ് കണ്ടോ. വിൻഡോ ആകുമ്പോഴത്തേക്കും നമ്മുടെ മരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഒറ്റ ഇലയില്ലാണ്ട് ഇതുപോലെ സ്കെൽട്ടൻ പോലെ നിൽക്കും. അതിങ്ങനെ പൊഴിഞ്ഞു വീണേക്കണം. റെഡ് കാർപ്പറ്റ് വിരിച്ചു പോലെ എന്ത് ഭംഗിയായിട്ടാണ് കിടക്കണത്.